2 പതിറ്റാണ്ട് നീണ്ട നിതീഷ് യുഗം ബീഹാറിൽ അവസാനിച്ചു. മുഖ്യമന്ത്രി പദം നിതീഷ് കുമാർ ഉച്ചതിരിഞ്ഞ് രാജിവെച്ചു. ബീഹാർ മുഖ്യമന്ത്രിയായി ബി.ജെ.പി നേതാവ് സമ്രാട് ചൌധരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ബി.ജെ.പി നിയമസഭാ കക്ഷിയോഗം സമ്രാട് ചൌധരിയെ നേതാവായി തെരഞ്ഞെടുത്തു. ബി.ജെ.പിയുടെ പിന്നാക്ക മുഖമാണ് കുശ്വാഹ വിഭാഗത്തിൽ നിന്നുള്ള ഉപമുഖ്യമന്ത്രി കൂടിയായ സമ്രാട് ചൌധരി. ബീഹാറിൽ നിതീഷ് യുഗം അവസാനിച്ചു. 2 പതിറ്റാണ്ട് നീണ്ട ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം രാജിവെച്ചു. ബീഹാറിൻ്റെ പുതിയ മുഖ്യമന്ത്രി ബി.ജെ.പിയിൽ നിന്നാണ്. സമ്രാട് ചൌധരിയാണ് ബി.ജെ.പിയുടെ പുതിയ നേതാവ്. ഉപമുഖ്യമന്ത്രിയായ സമ്രാട് ചൌധരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയായി സമ്രാട് ചൌധരി അധികാരമേൽക്കും. ബീഹാറിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ബി.ജെ.പി മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമ്പോഴും ബി.ജെ.പി നിതീഷ് കുമാറിനെ ബീഹാറിൻ്റെ നേതാവായി അംഗീകരിച്ചിരുന്നു. പക്ഷേ ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം ഒഴിയാൻ തയ്യാറായി. രാജ്യസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നിതീഷ് കുമാറിൻ്റെ മകൻ നിഷാന്തിനെ ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു ഫോർമുലയാണ് അധികാര കൈമാറ്റത്തിന് ബി.ജെ.പി മുന്നോട്ട് വെച്ചത്. പക്ഷേ നിഷാന്ത് ഇതിന് തയ്യാറായിട്ടില്ല എന്നാണ് സൂചന. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.